നമസ്കാരം. ഇന്ത്യ വിഷനിൽ എന്റെ മേലാധികാരിയായിരുന്ന കണ്ണൂരിൽ എന്റെ സഹജീവിയായിരുന്ന MV ഗിരീഷ് കുമാറിനെ അനിയനായ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന നികേഷ് കുമാർ താനുണ്ടാക്കിയ റിപ്പോർട്ടർ ചാനലിൽ നിന്നും മാധ്യമ പ്രവർത്തനം മതിയാക്കി രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണല്ലോ. നേരത്തെ ഒരിക്കൽ ഇലക്ഷന് നിൽക്കാൻ വേണ്ടി ഇതുപോലെ ഞാൻ ഇനി മാധ്യമ പ്രവർത്തനത്തിനില്ല, മാനേജ്മെന്റ് തലത്തിലേ പ്രവർത്തിക്കൂ എന്ന് ആണയിട്ട് പോയ നികേഷിനെ ഇനിയും അതുപോലെ മടങ്ങി വരേണ്ടി വരില്ലെന്ന് പ്രത്യാശിക്കുന്നു, ആശംസിക്കുന്നു. മാധ്യമരംഗത്ത് ഒരുപാട് ശിഷ്യരെയും പിന്തുടർച്ചക്കാരെയും സൃഷ്ടിച്ച മിടുക്കനാണ് നികേഷ്. ആദ്യം ഇലക്ഷന് മത്സരിക്കുമ്പോൾ പോസ്റ്റർ അടിക്കാൻ പറ്റിയ ചിത്രത്തിനെ ഞാൻ കന്യകയുടെ പത്രാധിപരായിരിക്കെ പ്രസിദ്ധീകരിച്ച കുടുംബാഭിമുഖത്തിനു വേണ്ടി എടുപ്പിച്ച ചിത്രങ്ങൾ വിളിച്ചു ചോദിച്ചു വാങ്ങിയ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ തമ്മിൽ. എന്നാൽ വ്യക്തിപരമായി ഇന്നും എനിക്ക് മറക്കാനോ പൊറുക്കാനോ സാധിക്കാത്ത മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു പ്രവൃത്തി നികേഷിൽ നിന്നുണ്ടായത് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. നേരത്തെ മയത്തിലും നയത്തിലും പലപ്പോഴും എഴുതിയിട്ടുള്ളതാണ്, പലരോടും പല ആവർത്തി പറഞ്ഞിട്ടുള്ളതുമാണ്. ഓർത്താൽ സങ്കടം നുരഞ്ഞു വരുന്ന ഒരു അനുഭവം. ഒരേ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സഹജീവിക്ക് മറ്റൊരാളിൽ നിന്നും സംഭവിക്കാൻ പാടില്ലാത്തൊന്ന് എന്നുറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് പൊറുക്കാനും മറക്കാനുമാവാത്ത ആ അനുഭവം പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നു. വിനായകനാണ് മികച്ച നടൻ. എനിക്ക് മികച്ച ചലച്ചിത്ര ലേഖനത്തിനുള്ള അവാർഡുമുണ്ട്. സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ സർക്കാരിനെയും വിനായകനെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ്. പക്ഷേ പോരാളി ഷാജിമാരുടെ അടക്കമുള്ള പ്രതികരണത്തിലും അധികം സർക്കാരിന്റെ സാംസ്കാരിക നയം മാറ്റത്തിന്റെയും അരികുവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിന്റെ മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്ന നയത്തിന്റെയും ഭാഗമായിട്ടാണ് സൂപ്പർ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള വിനായകന്റെ അവാർഡ് ലബ്ധിതയെ വ്യാഖ്യാനിച്ചത്. എന്ന് വെച്ചാൽ അർഹത കൊണ്ട് അഭിനയിച്ചു നേടിയ ബഹുമതി സർക്കാരിന്റെ നയസമീപനം കൊണ്ട് ലഭിച്ചതാണെന്ന മട്ട്. കലാകൗമുദി വാരികയിൽ പത്രാധിപരുടെ ആവശ്യപ്രകാരം ഞാൻ എഴുതിയ അവാർഡ് അവലോകനത്തിൽ ഇക്കാര്യം ഞാൻ വ്യക്തമാക്കി. അർഹത കൊണ്ട് നേടിയത് എന്തോ സംവരണത്താൽ ലഭിച്ചു എന്ന മട്ടിലുള്ള സമൂഹ മാധ്യമ വ്യാഖ്യാനം അർഹത കൊണ്ട് വിനായകൻ നേടിയ ബഹുമതിയുടെ വില കുറച്ചു കാട്ടുന്നു എന്നാണ് ഞാൻ എഴുതിയത്. വളരെ വ്യക്തമായി രണ്ടാമതും മൂന്നാമതും വായിച്ചു നോക്കി എന്റെ തന്നെ ഭാഷയിൽ ക്ലിനിക്കലി പെർഫെക്റ്റ് ആയി തന്നെ ഭാഷ ഉപയോഗിച്ച് എഴുതിയതാണ്. ആ നിലപാടിൽ ഇന്നുമില്ല പിന്നോക്കം. ലേഖനത്തിൽ ഒരിടത്തും ദളിത് എന്നല്ലാതെ അവർണൻ എന്നതടക്കം പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാത്ത ഒരു വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. 32 വർഷമായി മാധ്യമ രംഗത്ത് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന എനിക്ക് ഈയിടെ ഓർമ്മപ്പിശക് കൊണ്ട് ചില പേരുകളോ അക്കങ്ങളോ മാറിപ്പോകാറുണ്ട്. അതല്ലാതെ ഞാൻ എഴുതുന്നതിൽ സാമൂഹിക വിരുദ്ധമായ യാതൊന്നും ഉണ്ടാവില്ല എന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ആ ലേഖനത്തിനെ ശീർഷകമായി പത്രാധിപർ സ്വീകരിച്ചത് രാഷ്ട്രീയപരമായി ശരിയല്ലാത്തൊരു വാചകമാണ്. സർഗാത്മക രചനകളിലൊഴികെ അച്ചടി മാധ്യമങ്ങളിൽ വരുന്ന ഉള്ളടക്കങ്ങളുടെ ശീർഷകങ്ങളിൽ ഇടുന്നത് ലേഖകരല്ല, പത്രാധിപന്മാരാണെന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പത്രപ്രവർത്തന ഡിപ്ലോമ പഠിച്ച നികേഷിനും അറിയാത്തതല്ല. ലേഖനം വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സുഹൃത്തുക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ഫോൺ കോളുകൾ വന്നു. റിപ്പോർട്ടർ ചാനൽ കണ്ടോ, ഓൺലൈൻ കണ്ടോ, റിപ്പോർട്ടർ ചാനൽ കണ്ടോ എന്നെല്ലാമായിരുന്നു അത്. കലാകൗമുദിയിൽ ഞാൻ എഴുതിയതിന് വിനായകൻ അവാർഡ് നേടിയത് സർക്കാർ സംവരണം കൊണ്ടാണെന്നും അത് സവർണനായ ഞാൻ നടത്തിയ അധിക്ഷേപമാണെന്നും വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയായിരുന്നു അത്. ചാനലിൽ 24 മണിക്കൂർ സംരക്ഷണം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഓൺലൈനിൽ വൈറലുമായിരുന്നു. വായിച്ച ഞാൻ അപ്പാടെ നിരാശയുടെ പടുകുഴിയിൽ പതിച്ചു. മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഓർക്കാത്ത കാര്യമാണ്. വളരെ സൂക്ഷിച്ച് കൃത്യമായി എഴുതിയതുമാണ്. അത് നേരാവണ്ണം വായിക്കുകയോ വായിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു റിപ്പോർട്ടർ കിളുന്ത് ചൂടപ്പമാക്കി വിറ്റിരിക്കുന്നു. എന്റെ ഇൻബോക്സിലടക്കം നേരിടേണ്ടി വന്ന പലതും ദിവസങ്ങളോളം നീണ്ടു നിന്നു. ഏറെയും ഞാൻ എഴുതിയതിനെ വായിക്കാത്തവരായിരുന്നു. ഏറെ ആലോചിച്ച് ഞാൻ നികേഷിനെ വിളിച്ചു. തലക്കെട്ടിന്റെ കാര്യത്തിൽ നികേഷിനും വ്യക്തിപരമായി അറിയുന്ന പത്രാധിപരെ വിളിച്ചന്വേഷിക്കാം. ഇനി അതല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഞാൻ കലാകൗമുദിയിൽ എഴുതിയതിനെ വായിക്കെങ്കിലും ചെയ്തോ എന്നാണ് ചോദിച്ചത്. ദോഷം പറയരുത്, ഞാൻ എഴുതിയത് വായിച്ചില്ലെന്ന് നികേഷ് തുറന്നു പറഞ്ഞു. തിരക്കായിരുന്നു അത്രയും. സംരക്ഷണം ചെയ്ത വാർത്തയും കണ്ടില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ വാർത്തയുടെയും ഞാൻ എഴുതിയ കലാകൗമുദിയുടെയും വായിക്കാവുന്ന ലിങ്കുകൾ അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ചെയ്തു കൊടുത്തു. ദീർഘകാല മാധ്യമ ബന്ധം മുൻനിർത്തി ഒരൊറ്റ ആവശ്യമേ ഞാൻ മുന്നോട്ട് വെച്ചുള്ളൂ. 10 മിനിറ്റ് എടുത്ത് നികേഷ് ഞാൻ എഴുതിയ കലാകൗമുദി ലേഖനം ഒന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് നികേഷിന്റെ ചാനലിലും ഓൺലൈനിലും പ്രസിദ്ധീകരിച്ച വാർത്തയിൽ എന്റേതായി ഉദ്ധരിച്ചിട്ടുള്ള വരികൾ ഞാൻ എഴുതിയത് തന്നെയാണോ എന്ന് പറയണം.
ഞാൻ എഴുതിയത് വായിച്ചിട്ട് നികേഷിനെ ലേഖകന്റെ അഭിപ്രായം തന്നെയാണെങ്കിൽ എനിക്ക് പരാതിയില്ല. അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്നെങ്കിലും അത് മാറ്റിത്തരണം. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ ലജ്ജിച്ചു പോയ നിമിഷമായിരുന്നു അത്. ശരി, നോക്കാമെന്ന് പറഞ്ഞ് നികേഷ് വെച്ചു. ഒരു ദിവസം കഴിഞ്ഞു. ഓൺലൈനിൽ നിന്നും വാർത്ത മാറിയില്ല. ഞാൻ നികേഷിനെ വിളിച്ചു. വായിക്കാൻ സമയം കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. 2 ദിവസമായി, 3 ദിവസമായി, ഇതാ വർഷങ്ങൾ ഇത്രയുമായി. ഇതിനിടെ വെള്ളം പൊങ്ങി, കോവിഡ് വന്നുപോയി. നികേഷ് ചാനൽ ഉപേക്ഷിച്ചു പോയി, വീണ്ടും വന്നു, വീണ്ടും ഉപേക്ഷിക്കുന്നു. നാളിതുവരെ നികേഷ് എന്റെ ഫോൺ എടുത്തിട്ടില്ല, എന്നെ തിരിച്ചു വിളിച്ചിട്ടുമില്ല. ആ വാർത്ത പിൻവലിക്കാത്തതിൽ ഇന്നുമില്ല എനിക്ക് കുണ്ഠിതം. കാരണം ഇതിനോടകം തന്നെ ഞാൻ അനുഭവിക്കേണ്ട മാനഹാനിയും മാനസിക സംഘർഷവും അനുഭവിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു മാധ്യമ സ്ഥാപന മേധാവി എന്ന നിലയ്ക്ക് സാധാരണക്കാരൻ പോലും ഉള്ളടക്കത്തെ പറ്റി ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അന്വേഷിച്ച് പ്രതികരിക്കാൻ ഉത്തരവാദിത്വമുള്ള നികേഷ് അത്തരമൊരു പരാതി തെളിവ് സഹിതം ഒരു സഹജീവി, അതും സമാനമായി ഒരു മാധ്യമ പ്രസിദ്ധീകരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന മുതിർന്ന ഒരാൾ ഉന്നയിച്ചിട്ടും അത് അന്വേഷിക്കുക പോയിട്ട് ഒന്ന് വായിച്ച് അനുകൂലമോ പ്രതികൂലമോ ആയൊരു പ്രതികരണം പോലും അറിയിക്കാൻ മെനക്കെട്ടിട്ടില്ല എന്നതിൽ എനിക്ക് കടുത്ത നിരാശയുണ്ട്. വിശേഷിച്ചും മാധ്യമ ധാർമ്മികതയുടെ നെടുംതൂണായി നികേഷിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിടവാങ്ങൽ മണിക്കൂറുകളിൽ ചാനൽ സഹപ്രവർത്തകർ കൊണ്ടാടിയത് കാണുമ്പോൾ മാധ്യമ ധാർമ്മികത എന്നത് ഭരണകൂടത്തിനെതിരെ നിലപാടെടുക്കുകയല്ല, എന്നും ഇടതുപക്ഷത്തായിരിക്കലുമല്ല, മറിച്ച് സാധാരണക്കാരനെ ദ്രോഹിക്കാതിരിക്കലാണ്. ISRO ചാരക്കേസിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയപ്പോൾ പരസ്യമായി പന്തൽ കെട്ടി അതിലെ പ്രതികളായിരുന്നവരെ വേദിയിൽ ക്ഷണിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറഞ്ഞ പാരമ്പര്യമുള്ള ഏഷ്യനെറ്റിൽ പണി തുടങ്ങിയ ആളാണ് നികേഷ്. എന്നിട്ടും ആ ധാർമ്മികതയുടെ 1000-ൽ 1 അംശം എന്നെ പോലൊരു പാവം മാധ്യമ പ്രവർത്തകന്റെ അപേക്ഷയിൽ കാണിക്കാൻ സഹിഷ്ണുത കാണിക്കാത്തതിന് ഇന്നും എന്റെ പക്കൽ മറുപടിയില്ല. അതൊരു പൊള്ളുന്ന കനലായി തന്നെ എന്റെ മനസ്സിലുണ്ട്. നികേഷിനെ എല്ലാവിധ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് A. ചന്ദ്രശേഖരൻ, ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.